നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ മാസം 2 അന്താരാഷ്ട്ര മത്സരങ്ങളാണല്ലോ ബ്രസീൽ കളിക്കുന്നത്. 2 ചില്ലറക്കാരോടല്ല, 2 യൂറോപ്യൻ വമ്പന്മാരോടാണ്. ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയുമാണ് ബ്രസീലിൻ്റെ കളികൾ. ഈ കളികൾക്കായിട്ട് കോച്ച് കാർലോ അഞ്ചലോട്ടി നേരത്തെ ടീമിനെ പ്രഖ്യാപിച്ചിരുന്നല്ലോ. ആ ടീമിൽ ഒരു സൂപ്പർ താരം പുറത്തായിരിക്കുന്നു. യെസ്, ഗോൾ കീപ്പർ ആലിസൺ ബെക്കർക്ക് കളിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നു. ആലിസണ് ബ്രൈറ്റണെതിരെയുള്ള ലിവർപൂളിൻ്റെ മത്സരത്തിന് അവൈലബിൾ ആയിരിക്കില്ല, പുതിയ ഇഞ്ചുറിയാണ്. ഓൾസോ അദ്ദേഹം ബ്രസീലിൻ്റെ 2 മത്സരങ്ങൾക്കും അവൈലബിൾ ആയിരിക്കില്ല എന്ന് ഇന്നലെ തന്നെ ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ചുവട് പിടിച്ച് പിന്നാലെ വന്ന വാർത്ത കാർലോ അഞ്ചലോട്ടി ടീമിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ആലിസൺ ബെക്കർക്ക് പകരം ഹ്യൂഗോ സൗസയെ ടീമിലേക്ക് എടുത്തിരിക്കുന്നു. ഇതോടുകൂടി ഇപ്പം നേരത്തെ എഡേഴ്സനും ബെൻഡോയുമായിരുന്നല്ലോ ബ്രസീൽ ടീമിൻ്റെ ഗോൾ കീപ്പർമാരായിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഹ്യൂഗോ സൗസ എത്തുന്നു. അപ്പം ആ ഒരു റീപ്ലേസ്മെൻറ്റാണ് ആഞ്ചലോട്ടി നടത്തിയിരിക്കുന്നത് ബ്രസീലിൻ്റെ. അപ്പോൾ ഈ അപ്ഡേറ്റഡ് സ്ക്വാഡ് നമ്മൾ നോക്കിയാണ്. സ്ക്വാഡിലുള്ളത് ആലിസൺ, ബെൻഡോ, എഡേഴ്സൺ എന്നിവർ ഗോൾ കീപ്പർമാരായിട്ട്. ഡിഫൻഡർമാരായിട്ട് അലക്സാൻഡ്രോ ബ്രമർ, ഡാനിലോ, ഡഗ്ലസ് സാൻഡോസ്, ഗബ്രിയൽ മഗല്ലസ്, ഇബാനസ്, ലിയോ പെരീര, മാർക്കിന്യോസ്, വെസ്ലി എന്നിവർ. മധ്യനിരയിലേക്ക് ആൻഡ്രി സാൻഡോസ്, കാസമിറോ, ഡാനിലോ, ഫാബിഞ്ഞോ, ഗബ്രിയൽ സെറ. മുന്നേറ്റത്തിൽ എൻട്രിക്ക്, ഗബ്രിയൽ മാർട്ടിനല്ലി, ഇഗോർ തിയാഗോ, ലൂയിസ് എൻട്രിക്ക്, മാത്യൂസ് കുഞ്ഞ, ജാവോ പെഡ്രോ, റാഫീഞ്ഞ, റയാൻ, വിനി ജൂനിയർ. ഏതായാലും ഈ ഒരു മാറ്റം ഇപ്പോൾ ആലിസൺ ബെക്കർ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ആലിസൺ ഇല്ലാതെ ബ്രസീൽ ഇറങ്ങുമ്പോൾ എഡേഴ്സൺ ഗോൾ വരെ കാക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബെൻഡോ ഇപ്പോൾ കുറച്ച് മുമ്പ് അൽ നസറിൽ വളരെ മോശമായിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 10-12 കളികളായിട്ട് ക്ലീൻ ഷീറ്റും ഒക്കെ ആയിട്ട് മിന്നിക്കത്തി നിൽക്കുകയാണ്. തൻ്റെ ഫോം അധികം തിരികെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഹ്യൂഗോ സൗസ പെനാൽറ്റി സേവിങ്ങിന് വളരെ പേരുകേട്ടയാളാണ്. അത്തരം ഘട്ടങ്ങളിൽ അദ്ദേഹത്തെയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഷൂട്ടൗട്ടൊന്നും എന്തായാലും ഫ്രണ്ട്ലി മത്സരങ്ങളിലില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. വേൾഡ് കപ്പിന് അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്ന വിവരമാണ്. സോ ഇത് ഹ്യൂഗോ സൗസക്ക് ഒരു കിടിലൻ അവസരമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.